വെൽക്കം ബാക്ക് ടു ഹോമി കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറ്റൽമുളക് ചമ്മന്തിയാണ് കേട്ടോ. അപ്പം ഇത് തയ്യാറാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ്. ഇത് ഞാനൊരു 10 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഇത് ഞാനൊരു 20-25 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വാളംപുളി വേണം. ഇത് നമുക്ക് പുളിക്കനുസരിച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പില വേണം. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. അധികം മൂത്ത് കരിഞ്ഞു പോകാൻ പാടില്ല. ചെറിയൊരു കളർ മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് വാളംപുളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. ഇനി ഇത് നമുക്ക് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് നല്ല സ്മൂത്തായിട്ട് അരയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറ്റൽമുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചോറിനും കപ്പയ്ക്കൊക്കെ ഒരുപോലെ കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഡിഷാണ്. അപ്പോൾ എന്തായാലും വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാൻ അറിയാത്തവർ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.